നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചു. തെങ്ങിൽ നിന്ന് വീണ് കർഷകൻ മരിച്ചു. മരിച്ചത് വടക്കഞ്ചേരി സ്വദേശി. പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളും പൊന്തക്കാടുകൾ നിറഞ്ഞു. അടിക്കാടുകൾ വെട്ടണമെന്ന് ആവശ്യം. തലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചു. എരിയാട് IHRD കോളേജിന് സമീപം താമസിക്കുന്ന അഷ്കറിന്റെ മകൻ അഷ്ഫാൻ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ എടവിലങ്ങ് ശിവകൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ അഷ്ഫാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുത്തിട്ടുള്ള പൊറിഞ്ചുകുട്ടി തോമസ് തെങ്ങിൽ നിന്ന് വീണു മരിച്ചു. തെങ്ങിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മികച്ച കർഷകനും പൊതുപ്രവർത്തകനുമായ കരിമിത്ര കൊച്ചപ്പേട്ടൻ എന്ന പൊറിഞ്ചുകുട്ടി തോമസ് ആണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെയായിരുന്നു നാടിനെ സങ്കടത്തിലാഴ്ത്തിയ ഈ ദാരുണ സംഭവം. വീടിന്റെ പറമ്പിലെ തെങ്ങിൽ കയറുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത്. ഉടൻ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. കരിമത്ര പാൽ സൊസൈറ്റി പ്രസിഡന്റ്, വരവഞ്ചീര പാടശേഖര സമിതി പ്രസിഡന്റ്, കോൺഗ്രസ് മുൻ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളും പൊന്തക്കാടുകൾ നിറഞ്ഞത് യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. അടിക്കാടുകൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ദിനംപ്രതി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ചിമ്മിനി ഡാമിലേക്കുള്ള പാതയിലാണ് റോഡിന് ഇരുവശത്തും പൊന്തക്കാടുകൾ നിറഞ്ഞത്. റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടുകൾ വളർന്ന് റോഡിലേക്ക് പടർന്ന നിലയിലാണ്. ഇതിനിടയിൽ വന്യജീവികൾ മറഞ്ഞിരുന്നാൽ കാണാൻ കഴിയാത്ത വിധമാണ് കാട് വളർന്നിരിക്കുന്നത്. ജനവാസ മേഖലയിലേക്കടക്കം ദിനംപ്രതി കാട്ടാനകൾ എത്തുന്ന പ്രദേശത്ത് പുല്ലു വളർന്ന റോഡരിക് ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഭീഷണിയാണ്. ചിമ്മിനി ഡാമിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾ പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുന്നതും സെൽഫി എടുക്കുന്നതും ഈ പൊന്തക്കാടുകൾക്ക് സമീപത്ത് നിന്നാണ്. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിനീക്കാൻ അധികൃതർ ഉടമകളോട് ആവശ്യപ്പെട്ടെങ്കിലും റോഡിലേക്ക് പടർന്ന കാട് വെട്ടിത്തെളിക്കേണ്ടത് പൊതുമരാമത്ത് അധികൃതരാണെന്നാണ് തോട്ടം ഉടമകളുടെ വാദം. റോഡരികിൽ പുല്ലു വളർന്ന് ജനങ്ങൾക്ക് സഞ്ചാര തടസ്സമായിട്ടും വെട്ടിനീക്കാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് വിനോദസഞ്ചാരികൾ കാടിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്നത് വളരെയധികം അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. പാലപ്പിള്ളി ചിമ്മിനി ഡാം ഏരിയയിൽ ആനയുടെയും പുലിയുടെയും ശല്യം രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് കാടിനോട് ചേർന്ന് നിന്ന് സെൽഫി എടുക്കുന്നത് വളരെയധികം അപകടമുണ്ടാക്കുമെന്ന് കാണിച്ചുകൊണ്ട് നമ്മൾ PWDക്ക് പരാതി കൊടുത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സൈഡ് കാട് വെട്ടി നീക്കി അപകടരഹിതമായ ഒരു മേഖലയാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് PWDക്ക് പരാതി നൽകി. പലയിടത്തും കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാനുള്ള നടപ്പാതയില്ല. നടപ്പാത ഉള്ളിടത്ത് അവിടെയും പുല്ല് വളർന്നിരിക്കുകയാണ്. റോഡിലേക്ക് കയറിയാണ് യാത്രക്കാർ നടക്കുന്നത്. ഈ പാതയിൽ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങളുടെ അതിവേഗവും യാത്രക്കാർക്ക് ഭീഷണിയാണ്. തലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്കേറ്റു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. തലോർ ബൈപ്പാസിൽ റോഡരികിൽ നിർത്തിയിരുന്ന കാറിലേക്ക് തൃശൂർ ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം തെറ്റി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ റോഡിലേക്ക് തലകീഴായി മറിഞ്ഞു. പരിക്കേറ്റ കാർ യാത്രികനെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടു.
രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനും ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് യുവമോർച്ച തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യുവമോർച്ച സിറ്റി ജില്ലാ പ്രസിഡന്റ് മനു പള്ളത്തി, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ നന്ദിക്കര എന്നിവർ പ്രസംഗിച്ചു. യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ നന്ദു ഒല്ലൂർ, അഞ്ജലി ഇടക്കാട്ടിൽ, അമൃത ശ്രീജിത്ത്, അമൽ എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ഒരു വീഴ്ചയുണ്ടാകുമ്പോൾ പാകപ്പെടുമ്പോൾ പരിഹരിക്കുന്നതാണ് ഗവൺമെന്റ് ജോലി. ആ ജോലി നന്നായി ചെയ്യുന്നു. ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പുസ്തകോത്സവവും സെമിനാറും സംഘടിപ്പിച്ചു. ഗാന്ധിവധം, സവർക്കറും ഹിന്ദുത്വവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ എഴുത്തുകാരനും പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം അഖിൽ ബാബു അധ്യക്ഷനായി. എഴുത്തുകാരൻ വിനോദ് കൃഷ്ണ, സ്വാഗത സംഘം ചെയർമാനും CPM കൊടകര ഏരിയ സെക്രട്ടറിയുമായ PK ശിവരാമൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ, CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, DYFI കൊടകര ബ്ലോക്ക് ട്രഷറർ ED ദിലീഷ്, ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം നയൽ പ്രസാദ, CPM കൊടകര സൗത്ത് ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. പൊതുപ്രവർത്തകനായിരുന്ന വെള്ളിക്കുളങ്ങര സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് PV പൗലോസ് മാസ്റ്ററുടെ സ്മൃതി സമിതിയും ഇക്കണോമിക്സ് കൊമേഴ്സ് മാനേജ്മെന്റ് നെറ്റ്വർക്കും സംയുക്തമായി ഏർപ്പെടുത്തിയ 2025-26 വർഷത്തെ സാഹിത്യശ്രീ അവാർഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക്. 40,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ മാസം 25 ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുമെന്ന് PV പൗലോസ് മാസ്റ്റർ സ്മൃതി സമിതി പ്രസിഡന്റും USA പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളിയും ജനറൽ സെക്രട്ടറി പ്രൊഫസർ സന്തോഷ് പോളും അറിയിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ എന്നിവർ അവാർഡ് ദാനം നടത്തും. PV പൗലോസ് മാസ്റ്റർ സ്മൃതി സമിതിയുടെ മാധ്യമശ്രീ അവാർഡിന് ദീപിക ദിനപത്രത്തിലെ സെബി മാളിയേക്കൽ, മലയാള മനോരമ ദിനപത്രത്തിലെ A ജീവൻകുമാർ എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവർക്കും 15,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സമ്മാനിക്കും. ഡോക്ടർ ജസ്റ്റിൻ പോൾ, USA വിസ്കോൺസിൻ സർവകലാശാല പ്രൊഫസർ അനൂപ് നന്ദിലത്ത്, പ്രൊഫസർ ചാക്കോ ജോസ് എന്നിവരടങ്ങുന്ന ജൂറിയാണ് നേതാക്കളെ തെരഞ്ഞെടുത്തത്. കുന്നംകുളം ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികൾക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശിയായ 52 വയസ്സുള്ള നൌഷാദാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായത്. പ്രതിയുടെ വീട്ടിൽ നടത്തിയിരുന്ന ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പെൺകുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടന്നത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ കാര്യം തിരക്കിയപ്പോഴാണ് അതിക്രമ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. വിശ്വാസ്യത നഷ്ടപ്പെട്ട സമ്പ്രദായവും അത് സൃഷ്ടിച്ചവരും മാറാൻ വേണ്ടി ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭം അഴീക്കോട് വിചാര പ്രതിഫലനങ്ങളാണെന്നും അതിന്റെ കൂടെ നിൽക്കുന്നുവെന്നും നടൻ ജയരാജ് വാര്യർ. സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സുകുമാർ അഴീക്കോട് സ്മാരക സമിതി വെങ്ങണിശ്ശേരി അഡാപ്റ്റീവ് സൊസൈറ്റിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച അഴീക്കോട് സ്മൃതി അർച്ചന പ്രഭാഷണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സ്മാരക സമിതി സമാന സാംസ്കാരിക സംഘടനകളുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന അഴീക്കോട് സ്മൃതി അർച്ചന പ്രഭാഷണ പരിപാടിയിൽ സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലൂർ അധ്യക്ഷനായിരുന്നു. അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, വൈസ് പ്രസിഡന്റ് AM വക്കച്ചൻ, സുനിൽ കൈതവളപ്പിൽ, K വിജയരാഘവൻ, N രാജഗോപാൽ എന്നിവരും പ്രസംഗിച്ചു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ശനിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 അളഗപ്പ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. ഇൻഫോ നെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ V മാത്യു അധ്യക്ഷനാകും. തോമസ് ഉണ്ണിയാടൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് സിവിൽ പോലീസ് ഓഫീസറും ജില്ലാ ലീഗൽ സെൽ ട്രെയിനറുമായ ES മണി നേതൃത്വം നൽകും. ജില്ലാ വടംവലി മത്സരത്തിൽ നേട്ടവുമായി വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ടീം. അണ്ടർ 15 ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനമാണ് വേലുപ്പാടം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ടീം നേടിയത്. സ്കൂൾ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി സ്റ്റോർ റൂമിന്റെയും അടുക്കളയുടെയും പൂട്ടുപൊളിച്ച് കറിക്കത്തി മുതൽ അരിവരെ കവർന്ന കേസിൽ 2ാം പ്രതി ആസാം സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആസാം നാഗോൺ ജില്ലാ സ്വദേശിയും നിലവിൽ P വെമ്പല്ലൂർ വാഴൂർ ക്ഷേത്രത്തിന് സമീപം താമസക്കാരനുമായ ഇക്രമുൾ ഇസ്ലാം എന്നയാളാണ് അറസ്റ്റിലായത്.
കോതപ്പറമ്പ് VVUP സ്കൂളിലാണ് മോഷണം നടന്നത്. സ്കൂൾ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന 50 കിലോ വീതമുള്ള 5 ചാക്ക് അരിയും ഉച്ചഭക്ഷണ പാചകത്തിനും വിതരണത്തിനുമായി സൂക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങളും ഉൾപ്പെടെ 1 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് പ്രതികൾ മോഷ്ടിച്ച് കടത്തിക്കൊണ്ടുപോയത്. ഈ കേസിലെ 1-ാം പ്രതിയായ കുടുംബത്തോടൊപ്പം P വെമ്പല്ലൂർ ഭാഗത്ത് താമസിച്ച് ആക്രി സാധനങ്ങൾ പെറുക്കി ജീവിച്ചു വരികയായിരുന്ന ആസാം ഗായ് ജില്ലാ സ്വദേശി താജുദ്ദീനെ ജൂലൈ 19-ന് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ താമസ സ്ഥലത്തു നിന്നും മോഷ്ടിക്കപ്പെട്ടവയിൽ ഉൾപ്പെട്ട 99.700 കിലോഗ്രാം അരി കണ്ടെടുത്തിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം താജുദ്ദീനെ കോടതിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയതിൽ മോഷണ മുതലുകൾ കണ്ടെടുത്തിരുന്നു. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് 2-ാം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ SI നസിയ M ഷാഹിബ്, SI സജീവ്, SI രാജി, ASI പ്രജീഷ്, ACCPO സനീഷ്, CPOമാരായ സബീഷ്, ബിനിൽ, മിഥുൻ, മുഹമ്മദ് സൻസിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി, മേൽശാന്തി കുട്ടൻ ശാന്തി എന്നിവർ നേതൃത്വം നൽകും. അന്നേ ദിവസം വിശേഷാൽ പൂജയും അന്നദാനവും ഉണ്ടായിരിക്കും. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 വെണ്ടൂർ ലെഷർ ലാൻഡ് ഹെൽത്ത് ക്ലബ്ബിൽ സൗജന്യ മെഡിക്കൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. കോലഞ്ചേരി MOSC മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസിസ്റ്റന്റ് പ്രൊഫസറും സീനിയർ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റുമായ ഡോക്ടർ ബോബി ജോൺ ക്ലാസ് നയിക്കും. മൂത്രാശയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും സംശയ നിവാരണവും പരിപാടിയുടെ ഭാഗമായി നടക്കും. ഗോൾഡൻ ഏജ് കെയർ വയോജന കൂട്ടായ്മയിൽ സൗജന്യ യോഗ ക്ലാസ് രജിസ്ട്രേഷൻ, 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ അംഗത്വം, ഓണത്തോടനുബന്ധിച്ച് സൗജന്യ ഏകദിന യാത്രയുടെ ബുക്കിംഗ്, വയോജനങ്ങളുടെ ജന്മദിനാഘോഷം, വിനോദ പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ അംഗത്വം ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8089144494. രാപ്പാൾ സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെയും മാടായിക്കോണം അനാര്യക ആയുർവേദ ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രാപ്പാൾ KLP സ്കൂളിൽ രാവിലെ 8:30 ആരംഭിക്കുന്ന ക്യാമ്പ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷയായിരിക്കും. കോടാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അന്ത്യോക്യ വിശ്വാസ സംരക്ഷണ സമിതിയും പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പള്ളിയിൽ വെച്ചാണ് ക്യാമ്പ്. ഉദ്ഘാടനം മുറ്റിച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് നിർവഹിക്കും. പള്ളി വികാരി ഫാദർ പൗലോസ് അരക്കപ്പറമ്പിൽ അധ്യക്ഷനാകും. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9745920616 എന്ന നമ്പറിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. ജില്ലയിലെ വിവിധ സർക്കാർ ഹോമിയോ സ്ഥാപനങ്ങളിലേക്ക് ഫാർമസിസ്റ്റ് തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. നഴ്സ് കം ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ 30 രാവിലെ 10:30 പൂത്തോൾ ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് 0487236663 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. വരന്തരപ്പള്ളി കരയാമ്പാടം ചുള്ളിപ്പറമ്പിൽ ഗോവിന്ദൻ ഭാര്യ ഭാനുമതി അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സദാനന്ദൻ, സരള, പുരുഷോത്തമൻ, സുദേവൻ, പരേതനായ ബാലചന്ദ്രൻ എന്നിവർ മക്കളും മല്ലിക, സുലോചന, വിജയൻ, ഷീബ, സുനിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചു. തെങ്ങിൽ നിന്ന് വീണ് കർഷകൻ മരിച്ചു. മരിച്ചത് വടക്കഞ്ചേരി സ്വദേശി.
പാലപ്പിള്ളി ചിമ്മിനി റോഡിന്റെ ഇരുവശങ്ങളും പൊന്തക്കാടുകൾ നിറഞ്ഞു. അടിക്കാടുകൾ വെട്ടണമെന്ന് ആവശ്യം. തലൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിലേക്ക് മറ്റൊരു കാർ ഇടിച്ചു കയറി. ഒരാൾക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.